ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പുതിയ വ്ളോഗ് എന്ന് പറയാൻ കാരണം ഇത് കുറേ നീണ്ട ഒരു കഥ പോലെയാണ് കേട്ടോ ഈ വ്ളോഗ്. അതുകൊണ്ടാണ് ഇതൊരു പുതിയ വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഉസ്താദിന് ചിലവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൊട്ടീനും കാര്യങ്ങളും പിന്നെ അതുപോലെ നൈറ്റ് വരെയുള്ള ഫുൾ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് അറിയിക്കുക. പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനിങ്ങനെ ചിലപ്പം ഒരു വാക്കിന് ചിലപ്പോൾ ഞാൻ അറിയാതെ 2 വട്ടമൊക്കെ ഉച്ചരിക്കും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പത്തിരി പണിയാണ് കേട്ടോ. അപ്പോൾ ഉസ്താദന്മാരുണ്ടാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊരു പത്തിരി ഉണ്ടാക്കൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതുവരെ നോമ്പിൻ്റെ അതിലാണ്ട് സ്റ്റേക്കായിട്ട് പിന്നെ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉസ്താദിന് ചിലവായപ്പോൾ നമ്മൾ പത്തിരി അതുപോലെ വെള്ളപ്പമാണ് കേട്ടോ. വെള്ളപ്പം നമ്മൾ തലേന്ന് തന്നെ ഈസ്റ്റും അതുപോലെ തേങ്ങയും പച്ചരിയും കൂടിയും കുഴച്ചിങ്ങാണ്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അത് മിക്സിയിൽ ഒരു നൈറ്റായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടോ. മിക്സിയിലിട്ട് അടിച്ചിട്ട് രാവിലേക്ക് വന്നപ്പോൾ നല്ല പൊങ്ങി വന്നിക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ദോശ ഇടുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തങ്ങാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇന്ന് വെള്ളപ്പം പത്തിരിയാണ്. പിന്നെ ചിക്കൻ കറിയൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ വറുത്തരച്ചുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരി പണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹസുട്ടന് ഓരോ ഉരുള ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് വല്ലാത്ത ചൊറുക്ക് തോന്നുന്നു. ഓരോ ഉരുള എടുത്തുങ്ങാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആൾ. പിന്നെ ആ ഉരുള കാണാനില്ല. അപ്പോൾ ഇപ്പം ഉണ്ട് അവിടെ. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം എപ്പോഴും അപ്പോൾ എന്നാണ് വരുന്നത്. പറയണ്ടില്ല, അത് പോട്ടെ. ഇപ്പം പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. ഇപ്പം പത്തിരി ചുട്ടാൽ അത് ഒരിക്കലും ചോക്കൂല കേട്ടോ. അത് ആ ഫിനിഷിങ് നല്ല വെള്ള കളറിലേക്കാരം കേട്ടോ. പൊള്ളിച്ചിട്ടൊരു വെള്ള കളറേക്കാരം. ഞങ്ങളൊക്കെ ചുട്ടാൽ എന്താ ചെയ്യുക, ചോക്കും. ഏതെങ്കിലും ഒരു ഭാഗം ചോക്കും. പക്ഷെ ഇപ്പം ചുട്ടാൽ അങ്ങനെയല്ല. ഇപ്പം ചുട്ടാൽ അതൊക്കെ ഒരു നല്ലൊരു ഫിനിഷിങ്ങിലേക്കാട്ടോ, വെള്ള കളറേക്കാരം. അപ്പോൾ ഇപ്പോഴാണ് അധികം പത്തിരി പണി എടുക്കുമ്പോൾ ഇപ്പോഴാണ് അധികം പത്തിരിയൊക്കെ ചുടാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നേരാക്കണം. ഇനി അവിടെ റേക്കും കാര്യങ്ങളൊക്കെ നേരാക്കണം. പൊടിയൊക്കെ നമുക്ക് ബക്കറ്റൊക്കെ എടുത്തിടണം. അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ താഴത്തെ അടുക്കളയിൽ നുറുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഏകദേശമല്ല, പത്തിരി പണി ഫുള്ള് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കറിയൊക്കെ കുക്കറിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ, കറി എന്താ പാട് നോക്കിയതാണ്. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചോളി, കമൻറ്റ് എഴുതിക്കോളി കേട്ടോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യ്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കിതുവരെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഈ വീഡിയോ അല്ലാത്തതിന് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ കറി അതുപോലെ വെള്ളപ്പം. അപ്പോൾ കണ്ട നല്ല പൊങ്ങി വന്നിട്ടുള്ള. പിന്നെ രാവിലെ ഈ വലിയുദ്ദീൻ ഫൈസിൻ്റെ ക്ലാസ് അവിടെ ഓണാക്കി വെക്കും കേട്ടോ. അത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേൾക്കും. പിന്നെ അതുപോലെ ഈ കലത്തുമ്പോൾ ഇങ്ങനെ വെണ്ണൂറ് നനച്ചിങ്ങാണ്ട് പിഴിഞ്ഞിട്ട് അയിമ വെച്ച് തേക്കൂട്ടോ. നമുക്ക് കലം മുറുമ്പോൾ നല്ല സുഖമാണ്. കരിയൊന്നും അങ്ങനെ പിടിക്കില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെണ്ണൂറ് തേച്ചിങ്ങാണ്ട് കേട്ടോ കലം അടുപ്പത്ത് വെക്കുക. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ലാസ്റ്റ് പത്തിരിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇനി പാത്രത്തേക്ക് ഇട്ട് വെക്കണം. പിന്നെ കൈപ്പക്കയാണ് ഉപ്പേരി, കുമ്പളങ്ങ കറി, അതുപോലെ കഷ്ണമീൻ വാങ്ങിയിട്ടുണ്ട്. അത് പൊരിക്കുക, പപ്പടം കാച്ചിയത്, പിന്നെ അച്ചാർ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഉസ്താദിന് ഇന്നത്തെ ചിലവ്.
ഓൺലൈൻ ഷോപ്പിംഗ് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ മുന്നൊരു വീഡിയോസ് ഇട്ടതിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അൽഹംദുലില്ലാ സന്തോഷമായി. പിന്നെ അതിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ അതിൽ ഷോപ്പിംഗ് ചെയ്തവരുണ്ട് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് റിട്ടേൺ അടിക്കാതെ ഷോപ്പിംഗ് ചെയ്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഏണിങ്സ് എൻ്റെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ കമ്മീഷനായിട്ട് നമ്മൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് 2021 ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2026 6 കൊല്ലമായി. അപ്പോൾ എനിക്ക് ഏൺ ചെയ്യാൻ കിട്ടിയത് ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മളെ കയ്യിലുള്ളത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നമ്മളൊന്ന് നിങ്ങൾക്ക് മുന്നിലൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് റിട്ടേൺ അടിക്കാത്ത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഏണിങ്സ് എനിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ പല ആൾക്കാരും പല സ്ഥലങ്ങളിലിരുന്ന് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എന്തായാലും നിങ്ങളത് വാങ്ങിയപ്പോൾ എനിക്കും അതിൻ്റെ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഉള്ളൂ. പക്ഷേ നമുക്കതിൻ്റെ കമ്മീഷനായിട്ട് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അങ്ങനെ ഇതിൽ നിന്നാണ് ഇങ്ങനെ ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കിതിൽ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഉള്ളത് അതാണ് എനിക്കിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യമായിട്ടൊരു ഏണിങ്സ് കേട്ടോ. തോന്നുന്നില്ലെങ്കിലും കുറച്ച് അത് ആ ഒരു കുറച്ചല് നമുക്ക് വലിയതാണ്. അപ്പോൾ അത്രയും സന്തോഷമായിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഞാൻ കുറേ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് സെർച്ച് ചെയ്യും. അപ്പോൾ അതിലൊക്കെ എനിക്ക് ചിലപ്പം ഇത് ശരിയാവോ അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ചെയ്ത് നോക്കി അൽഹംദുലില്ലാ അത് വിജയിച്ചു. എനിക്കിപ്പോൾ ഇങ്ങനെ മാസത്തിൽ ആ ഒരു 10-ാം തീയതി ആകുമ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കയറും കേട്ടോ എമൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പേരിക്കുള്ള കയ്പ്പൊക്കെ അവിടെ അരിഞ്ഞു വെച്ച് അതിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദോശ ചുടൽ തുടങ്ങി. നമുക്ക് ദോശ ചുടാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കലക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സ്ലിമ്മിലാക്കിങ്ങാണ്ടാണ് ഇത് ചുടുന്നത്. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതൊക്കെ പൊയ്ക്കണം ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ലിമ്മിലാക്കിങ്ങാണ്ട് ചുട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നല്ലപോലെ ഇങ്ങോട്ട് നമുക്ക് കിട്ടും കേട്ടോ.
സമയം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉസ്താദിന് വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്രസ ഒന്നും ഇല്ലല്ലോ, മദ്രസൊക്കെ പൂട്ടിയില്ലേ. അപ്പോൾ വെള്ളപ്പം, പത്തിരിയും, ചിക്കൻ കറിയും, തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉസ്താദിന് വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉസ്താദ് വന്ന് പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ അടിച്ചിട്ട്, പിന്നെ ഉമ്മാക്ക് നോമ്പായിരുന്നു. ഞാനും ഉപ്പയും കുട്ടികളും ചായ അടിച്ചു. പിന്നെ നമ്മുടെ കുട്ടികൾ രണ്ടാളും അവിടെ ഇരിക്കുന്നുണ്ട്. അവർ മീഫോ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് കടല പെറുക്കി തിന്നാണ് കേട്ടോ. മറ്റാൾക്ക് ചായയുടെ കഴിഞ്ഞിരിക്കണു. അപ്പോൾക്ക് ടേബിൾമ കണ്ടപ്പോൾ ടേബിൾമക്ക് കയറാനാണ് കേട്ടോ അപ്പോൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബും കൂടിയും ചെയ്യുക. പിന്നെ അടുത്തത് നമുക്ക് ഇനി ഉച്ചക്കൽക്കിനുള്ള നോക്കലാണ്. അപ്പോൾ ഉച്ചക്കൽക്കിനുള്ള കുമ്പളങ്ങക്കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിരിക്കണു. പിന്നെ അതുപോലെ പരിപ്പ് കുക്കറിലുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുകയാണ്. ചോറ് ഒന്നും കൂടി വേവണം കേട്ടോ. എന്ന് വെച്ചാൽ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഒന്നും കൂടി വേവാണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നേരം കൂടി അവിടെ എടുക്കട്ടെ. അപ്പം നമുക്ക് കഷ്ണമീൻ കൊടുന്നിരുന്നു പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിക്ക് നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുരുമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് അപ്പോൾ അത് അരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സുറുക്കി ഇട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ മീൻ പൊരിച്ചെടുത്താൽ. അപ്പോൾ നമ്മൾ ചോറ് വന്ന് ഊറ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായ കാരണമാണ് ഞാൻ ഇങ്ങനെ ഊറ്റുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ എന്താ ഇങ്ങനെ ഊറ്റുന്നതെന്ന് കേട്ടോ. കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഊറ്റുന്നത്. പിന്നെ മീനൊക്കെ മസാല കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കറി റെഡിയായി, തേങ്ങ ഒക്കെ പാർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു ചട്ടി കുടുക്കിയേക്ക് മാറ്റി പിന്നെ കടുകും വേപ്പിൻ്റെലൊക്കെ ഇട്ട് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കുമ്പളങ്ങ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാനും പപ്പടം കാച്ചാനും ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ആ പരിപാടിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചോറൂറ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി നമ്മൾ ഉസ്താദിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉസ്താദ് ഉച്ചയായിട്ട് വന്നു, ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയ ഉസ്താദാണിത്. ഇവിടെ കൊല്ലം ഓരോ ഉസ്താദ്മാരിങ്ങനെ മാറുകയാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണിയായതിന് ശേഷം ഉസ്താദിന് പള്ളിക്കൊക്കെ പോകും. അങ്ങോട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ചായക്ക് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുത്തയക്കണം കേട്ടോ. ചായക്ക് പിന്നെ ഉസ്താദ് വീട്ടിലേക്ക് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ചായക്ക് അങ്ങോട്ട് കൊടുത്തയക്കട്ടെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായ അടുപ്പത്തുണ്ട്. പിന്നെ അത് ചായ കാച്ചി കഴിഞ്ഞ് നമ്മളത് ഫ്ലാസ്ക്കൊക്കെ പരന്നാൽ ചൂട് കൊടുക്കാൻ ഉസ്താദിന് കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഫ്ലാസ്ക്കൊക്കെ പാരുകയാണ് കേട്ടോ. പിന്നെ ഉസ്താദിന് പഴംപൊരിയാണ് കേട്ടോ. 4 മണിക്കടി പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരിയും പൊരിക്കൽ കഴിയാനായിട്ടുണ്ട്. അങ്ങനെ പഴംപൊരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉസ്താദിനുള്ളത് ഒരു പാത്രത്തിലാക്കിങ്ങാണ്ട് ഉപ്പാൻ്റെയും മിഫൂൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടോ. അപ്പോൾ ഓല് പള്ളിക്കൊക്കെ അങ്ങനെ കയറി പോവുകയാണ് ചായയും കടിയും കൊണ്ട് കേട്ടോ. പിന്നെ രാത്രിക്കൊക്കെയുള്ള ഫുഡ് ഉസ്താദിന് നമ്മൾ പിന്നെ രാത്രി വൈകുന്നേരത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിക്ക് നമ്മൾ മുരിങ്ങാ താളിപ്പും പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. പിന്നെ രാവിലത്തെ കുമ്പളങ്ങ കറിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ അവന് മുരിങ്ങ ചെറുമട്ടത്തിലൊരു ചെറിയ റോസ്റ്റ് പോലെ ആക്കിങ്ങാണ്ട് വെക്കാനാണ് കേട്ടോ. മുരിങ്ങ ചെറിയൊരു വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ കോലും കമ്പൊക്കെ തൊടുവ് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കിട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ചിക്കൻ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതെടുത്തതിൻ്റെയാണ്. അപ്പോൾ ഉസ്താദിന് രാത്രി ഉച്ചക്കിപ്പോൾ മീൻ കൊടുത്തില്ല. അപ്പം ഇനി രാത്രി ചിക്കൻ കൊടുക്കാമല്ലോ വെച്ചിട്ട് 2 വട്ടമായിട്ട് വെള്ളം പാർന്നുങ്ങാണ്ട് മാറ്റുകയാണ് കേട്ടോ. എന്നാൽ അത് പെട്ടെന്ന് വേറിട്ടോട്ടെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ.
പിന്നെ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ രാത്രിക്കൊക്കെ. അപ്പോൾ നമ്മൾ പണിക്ക് പോയവർ വന്നാൽ ഓൽക്ക് കൊടുക്കാൻ വേണ്ടി ചായ അവിടെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പപ്പടം കാച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാണ് ഇനി ചിക്കൻ പൊരിക്കണത് കേട്ടോ. പിന്നെ മുരിങ്ങാ താളിപ്പം ഉണ്ടാക്കാനുണ്ട്. പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇനി അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങയിൽ പിന്നെ വെള്ളം പാരേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ തന്നെ ഉണ്ടാവും വെള്ളം. വാടി വന്നാൽ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വഴുതനങ്ങ ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കാനുള്ളത് മുരിങ്ങാ താളിപ്പ് മാത്രമേ ഉള്ളൂ. അതിനുള്ള കഞ്ഞിൻ്റെ വെള്ളമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു ആപ്പിനെ ഒരു ഏണിങ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഏണിങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടെ. ഞാനൊരു 10 കമൻറ്റ് അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് വരികയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 കമൻറ്റെങ്കിലും മാക്സിമം വേണം. എന്നാൽ ഞാൻ അതിക്ക് എങ്ങനെയാണ് ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ യൂട്യൂബ് പ്ലാറ്റ്ഫോം വേണമെന്നൊന്നുമില്ല. ഇൻസ്റ്റ ആയാലും കുഴപ്പമില്ല, ഇനി ഇൻസ്റ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ യൂട്യൂബ് വേണം അല്ലെങ്കിൽ ഇൻസ്റ്റ വേണം. അത് മെയിനായിട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ അധികം പേർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റ മെയിനായിട്ടൊന്ന് വേണം കേട്ടോ. ഒരു പ്ലാറ്റ്ഫോം വേണം, എന്നാലുള്ളൂ നമ്മളെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 പേരൊരു കമൻറ്റ് പറഞ്ഞാൽ ഞാൻ
വേണമെന്ന് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോന് ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഏണിങ്സ് വേണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നില്ല, വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഏണിങ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാസത്തിൽ നമ്മളെ എമൗണ്ട് എത്ര ആയാലും കുറഞ്ഞതായാലും നമ്മളെ അക്കൗണ്ടിൽ വരുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നമുക്ക് ഏണിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടാത്തവർക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സാണ് ഉണ്ടായത്. അങ്ങനെ നമ്മളെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചോറൂറ്റിലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയൊക്കെ വേണം. പിന്നെ കഞ്ഞിവെള്ളം നമുക്ക് ഇനി മുരിങ്ങാത്താളിപ്പ് ഉണ്ടാക്കാണ്ടല്ലോ, അപ്പോൾ അതിക്ക് ലേശം കഞ്ഞിൻ്റെ വെള്ളം അവിടെ മാറ്റി വെക്കാനുണ്ട്. പിന്നെ ഈ രാത്രി നമ്മൾ ചോറ് അങ്ങനെ അധികം വെക്കാറില്ല കേട്ടോ, പകൽ തന്നെ വെക്കാലാണ്. അപ്പോൾ രാത്രിക്കുള്ളത് ചൂട് കൊടുക്കലാണ്, മാറ്റി വെക്കലാണ്. പിന്നെ ഉസ്താദ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ രാവിലത്തെ കൊടുക്കുമ്പോൾ ഒരു ഇതല്ലേ, അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് ഉസ്താദിന് മാത്രമായിട്ട് നമ്മൾ വെച്ചതാണ്. ഇതിൽ തന്നെ ഉണ്ടാവും, നമുക്ക് ചൂട് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ തിന്നാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏണിങ്സ് ഞങ്ങൾക്ക് അങ്ങനെ ഏണിങ്സ് സമ്പാദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 പേരെങ്കിലും ഒരു കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് അതിനെക്കുറിച്ചൊന്ന് വീഡിയോ പറഞ്ഞു തരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ ഏണിങ്സിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്നൊക്കെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളെ അറിയിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് 5 പേര് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ 5 പേര് കമൻറ്റ് ചെയ്താലും ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു ലോങ് വീഡിയോ തന്നെ ചെയ്യാട്ടോ. എങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോസ് തന്നെ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ കിട്ടൽ തുടങ്ങിയപ്പോൾ എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന കുറച്ച് പേരെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ എന്താപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഒരു ഒന്നും കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു തുച്ഛമായ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ ഒരു കാര്യത്തിനെങ്കിലും ഒന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ആരോടും ചോദിച്ചിട്ടുണ്ടെന്നില്ല, അങ്ങനെയൊക്കെ ഒരു മൈൻഡുള്ള ആൾക്കാരുണ്ടാവില്ലേ എന്നെപ്പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു 5 പേര് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോസ് തന്നെ ഇടാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 പേരെന്ന് പറയുന്നത് നമ്മളെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 പേര് അങ്ങനെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു ലോങ് വീഡിയോ തന്നെ ചെയ്തു തരാം കേട്ടോ. അധികം ബോറടിപ്പിക്കാതെ ഒരു ലോങ് വീഡിയോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചത് നിങ്ങൾക്ക് ബോറടിച്ചിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളോട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ നിങ്ങൾക്കും പങ്കുവെച്ചതാണ്. വെച്ചാൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ല. അതിന് നമുക്ക് 4000 വാച്ച് ടൈം ആയി കിട്ടണം. അപ്പോൾ ഇതുവരെ നമുക്ക് ആയി കിട്ടിയിട്ടില്ല. അതിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങനൊരു ഇതിലൂടെ നമുക്ക് ഏണിങ്സ് കിട്ടിയതിൽ വളരെ സന്തോഷം. നമ്മുടെ ഓൺലൈനായിട്ട് ഞാനിപ്പോൾ ഷോപ്പിംഗ് നടത്തി അതിന് നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ ഈ റൊട്ടീനിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഉസ്താദിനുള്ള ചിലവും കാര്യങ്ങളും, ഉസ്താദിനുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, വലിയ പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് ഉസ്താദിനുള്ള ചിലവ് എത്തിയിട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് മുരിങ്ങാത്താളിപ്പ് ഉണ്ടാക്കാണ്ട്, അപ്പോൾ അതിലേക്ക് ലേശം കഞ്ഞിൻ്റെ വെള്ളം അവിടെ മാറ്റി വെക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചോറുണ്ടല്ലോ അപ്പോൾ ഊറ്റി വെച്ച് അതൊന്ന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വലിയിച്ചു കിട്ടോ. അല്ലെങ്കിൽ ചോറിന് നാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കാമല്ലോ ബാക്കിയുണ്ടെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് അതൊന്ന് വലിയിപ്പിക്കണം കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അധികം ലോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഓരോ ദിവസത്തെ നമുക്ക് അങ്ങനെ
എന്നും വീഡിയോസ് ഇടാനൊന്നും വീഡിയോസ് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടും കേട്ടോ. വീഡിയോസ് ഞാൻ അധികം ഇടും കേട്ടോ. പക്ഷെ ഞാനത് എന്നും ഇടാനൊന്നും ചിലപ്പോൾ വീഡിയോസ് ഉണ്ടായും കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാനയക്കണു. അപ്പോൾ അതിന് നമ്മൾ ചോറും എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഗ്‌രിബ് കൊടുക്കാനയക്കണം. പിന്നെ മഗ്‌രിബ് കൊടുത്ത പിന്നെ അടുക്കളയ്ക്ക് വരുമ്പോൾ അതൊരു ഇതില്ലല്ലോ. അപ്പോൾ ചോറും ഒക്കെ റെഡിയായി സെറ്റായി വന്ന് ഇശാ ബാങ്ക് കൊടുത്തേക്ക് ഉസ്താദ് വന്നു കേട്ടോ. ഉസ്താദ് ഉപ്പയും കൂടിയും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരിരുന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.